ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവതി ഒളിച്ചോടിപ്പോയ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസി എന്ന് പറയുന്നൊരു പ്രവാസിയായ ഒരു പാവം മനുഷ്യൻ, അയാളെയൊക്കെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടെ ഗതി പിടിക്കാനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ പോയ ആളാണെങ്കിലോ അവനൊരു വേട്ടാവളിയനാണ്, അവന് 3 കുട്ടികൾ, ഭാര്യ, ഇതൊക്കെ ഉള്ളവനാണ്. അപ്പോൾ ഈ മൊബൈൽ കടക്കാരനുമായിട്ട് മിക്കവാറും പരിചയമായത് എങ്ങനെയാണ് എനിക്കൊന്നറിയാം. ഈ മൊബൈൽ റീചാർജ്, അതുപോലെ തന്നെ നെറ്റ് കയറ്റൽ, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ആയിരിക്കാം മൊബൈൽ കടക്കാരനുമായിട്ട് പരിചയത്തിലായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, പലരുടെയും കുടുംബം തകർത്തത് ഈ മൊബൈൽ തന്നെയാണ്. അതായത് ആദ്യ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ എഴുതി കൊടുക്കണം. അവിടെ നമ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അകത്ത് റീചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ ആ എഴുതി കൊടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവുകയെ. പിന്നെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇങ്ങോട്ടയക്കും, ഒരു മെസ്സേജ് ഇങ്ങോട്ടയക്കും. താല്പര്യമുണ്ടോ നോക്കൂ ആദ്യം. അതായത് ഭർത്താവ് ഗൾഫിലല്ലേ, എന്നാൽ പിന്നെ നോക്കാം, താല്പര്യമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് അയച്ചാൽ മതിയല്ലോ. അങ്ങനെ അയച്ചു നോക്കിയിട്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിടുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ തന്നെയാണ് ഈ സ്ത്രീ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതായത് ഈ മൊബൈൽ കടക്കാരൻ എന്ന് പറയുന്ന വേട്ടാവലിയൻ പല സ്ത്രീകളെയും ഇതുപോലെ വലയിലാക്കിയിട്ടുണ്ടാകും. അതായത് അവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ പലരുടെ അടുത്ത് നിന്നും പണവും സ്വർണവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ വിഷയത്തിൽ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട്. ആ അധ്യാപകൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എല്ലാ കാര്യങ്ങൾക്കൊന്നും എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മളെപ്പോഴും ഭാര്യമാരെ വിളിക്കണം, അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരി തന്നെയാണ്. അതായത് ഒരു പരിഗണന ഭാര്യമാർക്ക് കൊടുക്കണം. പക്ഷേ എല്ലാ ജോലിയിലും ചില ആൾക്കാരുടെ സാമ്പത്തികം, പിന്നെ എന്ന് പറഞ്ഞാൽ കടം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രോഗം, അതായത് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന അധികം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്നവരാണ്. അതായത് അവർക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് സന്തോഷിക്കാനൊന്നും കഴിയില്ല. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അധ്വാനമുണ്ട്, അതുപ്രകാരമായിട്ട് ഭയങ്കര രോഗമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് മോളെ മുത്തേന്നൊന്നും പറയാൻ പറ്റൂല. പണ്ട് ഒരുത്തൻ്റെ ഭാര്യ ഒളിച്ചോടി. അതായത് 4 മണിക്ക് പച്ചക്കറി വണ്ടി അങ്ങനെ എടുക്കാൻ പോകും. ആ 4 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ വരുന്നത് രാത്രി 9 മണിക്കാണ്. അങ്ങനെ വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജോലിക്ക് പോകുന്നു. ഒരു ദിവസം ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ വരുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ജോലി അങ്ങനെയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകൾ ഒളിച്ചോടി കഴിഞ്ഞപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഇയാൾ മുത്തേന്ന് വിളിക്കാറില്ല, ഇയാൾ മകളേന്ന് വിളിക്കാറില്ല, അതുമാത്രമല്ല ഇയാൾ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെപ്പോൾ വരുന്ന്, ഇത് തന്നെ ഇയാളുടെ ജോലിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ രക്തങ്ങളാണ് ഒഴുകുന്നത്. അതായത് ആ മനുഷ്യൻ 4 മണിക്ക് പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അവരെ നല്ല രീതിയിൽ പോറ്റാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ പോകുന്നത്. അയാൾ എല്ലാ ജോലികളും ചെയ്ത് അയാൾ 2 ജോലിയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ് ഇയാൾക്കൊന്നിനും സമയമില്ല. പക്ഷെ അതിൽ യോജിക്കുന്നില്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ നല്ലത് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ്. അവരുടെ ഇഷ്ടം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അതിനെ പറ്റിയിട്ട് ഫക്രുദ്ദീൻ സാറ് പറയുന്നത് എന്താണെന്നൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു യുവതിനെയും കുഞ്ഞിനെയും കാണാതെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹല എന്ന് പേരുള്ള 30 വയസ്സുള്ള യുവതിയും ഒരു 7 വയസ്സുള്ളവരെ മോനെയാണ് കാണാതായത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നൊരു സമയത്തേക്കാണ് അവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മിസ്സാവണം, ബാങ്കിൽക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ വേഗം കണ്ടെത്തട്ടെ. ഇത്തരത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തും. വളരെ മോശം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കുക. എന്തുകൊണ്ടിരിക്കും ഒരു ഭാര്യ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീനെ കുറ്റപ്പെടുത്താൻ എളുപ്പം. ആ സ്ത്രീനെ കൊണ്ടുപോയ ആ ധൈര്യം കാണിച്ച 3 മക്കളുള്ള ഭാര്യ പ്രസവിച്ച് കിടക്കണം, അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കണം. ആ സമയത്ത് ആ ഭാര്യനെ മറന്ന് കുട്ടിനെ മറന്നിട്ട് ഈ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, ഇയാൾ ആരും കുറ്റം പറയില്ല. എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പം ആരെയാണ്? ഈ സ്ത്രീകളെയാണ്. സത്യത്തിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തും മുൻപ് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ തക്കതായ ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാളിപ്പോൾ ഈ പോയതിനെ ന്യായീകരിക്കണം, അമ്മാതിരി തമ്മാടിത്തരം പറഞ്ഞിട്ട് വരണ്ട. പോയതിനെ ഒരു കാലത്ത് നമ്മൾ ന്യായീകരിച്ചില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഇത്തരം പോക്കിനെ നമ്മൾ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളൊരാളെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീഴ്ച. ചില പുരുഷന്മാർ
പുരുഷന്മാർ കുടുംബത്ത് ഭാര്യമാരെ കാണുന്ന രീതി തന്നെ എങ്ങനെയാണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വെറും ഒരു ഉപകരണം, ഒരു സെക്സ് ടോയ് ആയിട്ട് മാത്രം കാണാം. ചില ആൾക്കാർ മതിയായ സെക്സ് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, എല്ലാ കുറ്റവും കൂടി സ്ത്രീകളുടെ തലയിലിടല്ല. ഒരു സ്ത്രീ എന്താണെന്ന് പുരുഷൻ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് എന്താണ് ആഗ്രഹം? ചില സ്ത്രീകളുണ്ട്, അവർക്ക് സ്പർശനങ്ങളാണ് മെയിൻ. അതായത് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ വാരിപ്പുണരാം, അവരെ അഭിനന്ദിക്കാം. ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു സ്നേഹ സ്പർശനങ്ങൾ, അത് സെക്സ് അല്ല. ഈ സ്പർശനം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ വരിക ഇവർക്ക് ഇതിൻ്റെ കുറവാണ്, ഇത് കിട്ടാത്തത് കൊണ്ടാണ്, ഇത് മൂത്തിട്ടാണ്. അതിനുപയോഗിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഫാമിലിയൊക്കെ ആയിട്ട് കാണുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ആ വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ കുറവൊന്നുമല്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ചിരിക്കുന്നത്, ആ ഒരു സ്നേഹപ്രകടനങ്ങൾ എന്നുള്ളത് ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം. ഇതത് കൊടുത്ത് ആകെ ഭർത്താവ് ഈ ഭാര്യയെ തൊടുന്നത് രാത്രി ആരും കാണാതെ ഇവൻ്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അവൾക്കൊരു ഓർഗാസം വന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ല. അവളുടെ സംതൃപ്തി ഒന്നുമുള്ള വിഷയം. ഞാൻ ഹക്കായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നെഞ്ചത്ത് കൈവച്ച് സ്ത്രീകൾ പറ, ഓർഗാസം എന്നുള്ളത് ലൈഫിൽ പോലും കേൾക്കാത്ത ആളുകൾ, ഭർത്താവിൽ നിന്ന് കിട്ടാത്തവർക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇതറിഞ്ഞുപോകുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബിനികൾ വരും. അപ്പോൾ ആരാണ് സ്വന്തം ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ഭാര്യ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ചില ആളുകൾക്ക് സ്പർശനങ്ങൾ വേണ്ട, അവർക്ക് നല്ല വാക്കുകൾ മതി, നല്ല പഞ്ചാര വാക്കുകളാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിട്ടോ അവരെങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കൈമാറ്റം, അവർക്ക് കൊടുക്കാനുള്ളത് നല്ല നല്ല വാക്കുകൾ. അവർക്ക് പേര് പോലും വിളിക്കാൻ ഇഷ്ടമല്ല. അവരുടെ പേര് എന്തെങ്കിലും മിശ്രിയ എന്നാണെങ്കിൽ അവർക്കിഷ്ടം മിശ്രിയ എന്ന് വിളിക്കണം. രജിസ്റ്ററിൽ പേര് എഴുതി വിളിക്കണ പോലെ, അക്ഷയയിൽ പേര് വിളിക്കണ പോലെ പേര് വിളിക്കാനല്ല, മിസുറോ എന്നൊക്കെ വിളിക്കുന്ന സ്നേഹവാക്കുകൾ കേൾക്കുമ്പോഴാണ് അവരുടെ ഹോർമോണുകൾ, അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനം അവർക്ക് വരിക. അപ്പോൾ ഇതൊന്നും അറിയാതെ ഭാര്യയുടെ ടേസ്റ്റ് എന്താണെന്നറിയാതെ ജീവിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല. നമ്മുടെ ഫക്രുദ്ദീൻ പന്താവൂർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യേണ്ട രീതികൾ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കാം, അതായത് ജീവിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് നിന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. ആ ഒരു സമയത്ത് അവൻ ഇത് ചെയ്യാൻ സമയം ഉണ്ടാവുമോ? അതൊക്കെ പ്രാക്ടിക്കലാണോ? സിനിമയിലും സീരിയലിലൊക്കെ കാണുന്നത് പോലെയും പിന്നെ ചില വ്ളോഗർമാർ കാണിക്കുന്ന കോപ്രായങ്ങളും മാത്രം കണ്ടിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തിന് ഇതൊന്നും സാധ്യമല്ല. അവന് ഒരുപാട് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഈ സ്ത്രീ പോയത് ആരുടെ കൂടെയാണ് പോയത്? വേറൊരുത്തിൻ്റെ കൂടെ. അതായത് അവന് ഭാര്യയും 3 മക്കളും ഉണ്ട്. അവൻ്റെ കൂടെ പോയിട്ടാണോ എന്നിട്ട് ഇവർ പ്രതികാരം തീർക്കേണ്ടത്? അതായത് ഇവൻ്റെ എടുക്കുന്ന സ്നേഹം കിട്ടുന്നില്ല, എന്നാൽ വേറൊരുത്തിൻ്റെ ഭർത്താവിനെയും കൊണ്ടാണോ പോകേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ എടുക്കുന്ന സ്നേഹം കിട്ടുന്നില്ല എന്നിട്ട് എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതമാണോ വേറെ ഒന്നുമല്ല. അതായത് ഭർത്താവ് ഗൾഫ് പോയപ്പോഴുള്ള അവിഹിതം, അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ, അതായത് പണ്ടോ സ്വർണ്ണമെല്ലാം കൊടുത്തേ പിന്നെ അവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കൊടുക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്തിരുന്ന തൽക്കാലം മാറി നിൽക്കാം എന്നുള്ള ഇത് വന്നു. അത് തന്നെയാണ് നടന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്നയാൾ ഒരു 2 മാസം കൂടി പറ്റിക്കുമായിരുന്നു. അയാളിപ്പോൾ ലീവിന് പോകുന്നത് വരെ ഇവരെ നല്ല രീതിയിൽ നിന്ന് പിന്നെ വീണ്ടും ഈ പരിപാടിക്ക് തുടങ്ങുമായിരുന്നു. ഏതായാലും അയാൾ കണ്ടുപിടിച്ചതുകൊണ്ട്, അതായത് അയാൾക്ക് സംശയം തോന്നിയത് കൊണ്ടും അവിടെ ഇറങ്ങിപ്പോയത് ഏതായാലും നന്നായി. കാരണം എന്താ, ചതിന്ന് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടല്ലോ. ഇല്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെ ചെയ്തിട്ടാന്ന് പോയിട്ടുണ്ടെങ്കിലോ. അതായത് ഇന്ന് പലതും നമ്മൾ കേൾക്കുന്നില്ലേ, കാമുകന്മാർ എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്താൻ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും നമ്മളിത് കേൾക്കുന്നില്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ഏതായാലും ബാക്കി കൂടി കേട്ടിട്ട് തരാം. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ ഇറങ്ങിപ്പോകുന്ന സ്ത്രീനെ കുറ്റപ്പെടുത്താനായിട്ട് 100,000 പേര് വരും. സ്ത്രീകളടക്കം ഇത്തരം സ്ത്രീകളെ കുറ്റപ്പെടുത്തും. കണ്ടില്ലേ, ഓളങ്ങനെ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും സൊസൈറ്റിക്കും അംഗീകൃതമല്ലാത്ത ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് അതിനുണ്ടാവുക. ഒന്ന്, അവർക്കത്രയും അനീതി ബോധ്യപ്പെട്ട് രക്ഷപ്പെടുകയാണ് ഞങ്ങളെന്ന് തോന്നൽ. 2, വെറും ഒരു തോന്നിവാസം. ഈ 2ാമത്തെ തോന്നിവാസം വളരെ റയറേ സംഭവിക്കുള്ളൂ. ഒന്ന്, ഇവർക്കൊന്നും സ്വന്തമായിട്ട് ജോലിയില്ല. ഇവർക്കൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ആ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോകണവരാന്ന് വിചാരിക്കുക. അതൊന്നുമല്ല. ഒരാൾ ജീവിതം കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പുറത്തൊരാളുണ്ട്, ഓനക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, ഓൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കുകയാണെന്ന് അറിയണത്. എന്നിട്ട് ഓൻ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഈ പെണ്ണിനെ വിളിച്ച് പോകുമ്പോൾ ആ പെണ്ണിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തൂല. അവർ ഇതുപോലെയുള്ള ആണുങ്ങളുണ്ട്, കുറേ ആണുങ്ങൾ, അവരെവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് ഹസ്ബൻഡിനിപ്പോൾ പഴയ പോലെ ഇതൊന്നും ഇല്ലല്ലേ, ഓനക്ക് ഈ സ്വകാര്യ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് അതിനെ ഇങ്ങനെ തിരിച്ച് ഇവൻ്റെ വലയിലാക്കും. എന്നിട്ട് പാവം സ്ത്രീകൾ ഈ വാക്കും കേട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ സൊസൈറ്റി മുഴുവനും കുറ്റപ്പെടുത്തുക, അശ്ലീലം, മറ്റുള്ളവർ മറിച്ചത്,
അങ്ങനെ മുഴുവൻ പ്രാക്ക് മുഴുവനും ആർക്കാണ്? ആ സ്ത്രീക്കാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആ പോയ സ്ത്രീ അതുകൊണ്ട് സന്തോഷിക്കൊന്നുമില്ല. അവർക്കറിയാം അത് സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ അവരാരോടോ വിരോധം തീർക്കാൻ പോവാം. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കാനാണ് നല്ലത്. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കുക. നിങ്ങൾ പ്രസവിച്ച ഒരാളൊക്കെ തന്നെ ആവാം, പക്ഷേ ആ കുഞ്ഞിൻ്റെ വാപ്പ നല്ലപോലെ നോക്കട്ടെ. പൊതുവെ സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവരൊരു അടിമകളാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ വെറും പ്രസവിക്കാനുള്ളൊരു ഉപകരണങ്ങൾ, ഭർത്താവിന് ചീത്ത പറയാനുള്ളൊരു വസ്തു, ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾ തീർക്കാൻ വേണ്ട ഒരു ഉപകരണം മാത്രമാക്കി കാണുന്ന നല്ലൊരു വിഭാഗം ആണുങ്ങളുണ്ട്. ഇപ്പം എനിക്കടുത്തൊരു മൊയ്ലിയരെ ഭാര്യ വിളിച്ച് സങ്കടം പറയാണ്. ഈ മൊയ്ലിയർ കാണാൻ എന്താ പറയുക, നല്ല പേരും പെരുമയൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഇയാളുടെ കുടുംബ സ്വത്തുണ്ട്, ഇയാളെ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, അങ്ങനെ കുടുംബ സ്വത്ത് കിട്ടി. പെങ്ങന്മാർക്ക് കൊടുത്തു, മറ്റ് സഹോദരങ്ങൾക്ക് കൊടുത്തു, ഓരോരുത്തരുടെയും സ്വത്തുകളൊക്കെ വിഭജനം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണം ഉപയോഗിച്ചിട്ടാണ് അവർ ആ വീടൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അയാൾ നല്ലൊരു ജോലി നാട്ടിലുണ്ടെങ്കിലും ആ വീട് നിർമ്മിക്കാൻ പ്രധാനമായിട്ടും ആ ഒരു യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളും പിന്നെ പെണ്ണിൻ്റെ വാപ്പ കുറച്ച് കൊടുത്ത കാശൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം തനിക്ക് കിട്ടിയ ആ വീടുണ്ടാക്കി അയാൾ നേരത്തെ സ്വന്തം പേരിൽ ഈ പറമ്പ് സ്വന്തം പേരിലാകുന്നതിന് മുൻപ് തന്നെ വീടൊക്കെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ ഈ വീട് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്താ ചെയ്തത്? ഇയാളെ പേരിൽ മാത്രമാക്കിയത് ചുരുക്കി. ഇയാളെ പേരിൽ മാത്രം എന്തുള്ളൂ ആ വീടുള്ളൂ. അപ്പോൾ ഈ പെണ്ണ് ചോദ്യം ചെയ്തു. ചോദ്യമല്ല, ഒരു അപേക്ഷ പോലെ പറഞ്ഞു, അല്ല എൻ്റെ സ്വർണ്ണം ഇതൊക്കെ എടുത്തിട്ടല്ലേ നിങ്ങളത് എടുത്തത്, അപ്പോൾ അതിൻ്റെയും കൂടി പേരിലാക്കണ്ടേ, അതല്ല അതിൻ്റെ ഒരു രീതി, ഇത് നിങ്ങളുടെ പേരിൽ മാത്രമല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞതോടുകൂടി ഇയാൾ തെറ്റി. ആ ഒരു സ്ത്രീ ചെയ്തൊരു തെറ്റായൊരു കാര്യമാണോ? ഒരു ഭർത്താവ് അയാളുടെ വീടും പുരയിടൊക്കെ ഭാര്യയുടെയും കൂടി സ്വർണ്ണം ഉപയോഗിച്ചിട്ട് ഭാര്യയുടെയും കൂടി ബെനിഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് വീടും പുരയിടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് പറയുന്ന പോലെ ശരിയായിരിക്കാം, അതായത് ഇതിനായിട്ടൊരു ടൂള് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകും. അങ്ങനെ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പോഴാണ് ഇത് മാനസിക അകലങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒളിച്ചോടിയനെ നമ്മൾ ഒരു ന്യായീകരണവും വേണ്ട. ഒളിച്ചോടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഹിതം മൂത്തിട്ട് തന്നെയാണ്, അത് കാമം മൂത്തിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും നിർവചനമൊന്നും അതിനില്ല. ഇവിടെ ഇപ്പോഴും എത്ര ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇവരെല്ലാവരും പറയുന്ന പോലെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം കുഴമ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒളിച്ചോടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടാവുമോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതുണ്ടാകും ഇതിൽ. ഞാൻ പറഞ്ഞല്ലോ, കുറേ പഴങ്ങൾ എടുക്കുമ്പോൾ ഒരു പഴം കിട്ടുന്നുണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒളിച്ചോടിയവർ ഒരാൾ പോലും സന്തോഷത്തിലില്ല. അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആരാടോ സന്തോഷിക്കുന്നത്? അതായത് ഇപ്പോഴും ഈ സ്ത്രീ പോയിരിക്കുന്നതെന്ന് തന്നെ നരകത്തിലേക്കല്ലേ, സ്വർഗത്തിലേക്കാണ് പോയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ്റെ ഇതങ്ങ് മാറൂലേ? അവൻ്റെ ഇതങ്ങ് മാറിക്കഴിഞ്ഞാൽ അവൻ പിന്നെ മെല്ലെ ഇങ്ങോട്ട് അവൻ്റെ പഴയ അടുത്തേക്ക് തന്നെ വരും. അവിടെ നാറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ചില സ്ത്രീകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമക്കഴുകൻ കണ്ണുകളുമായിട്ട് കുറേ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് അവരെ നോക്കിയിട്ട്. അതിൽ വീഴാതിരിക്കലാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരാളും ഇമാതിരി തോന്നിയവാസ പരിപാടിക്കൊന്നും പോണ്ട. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നായ നക്കിയെന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.